ഇത് കണ്ടോ, ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പാണ് ഇത്. ഇത് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാൾവായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇത് അതിൽ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ, അതായത് ബക്കറ്റിൽ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുമ്പം ആ പ്രഷർ കൊണ്ട് ഡയറക്റ്റ് ഇതിൽ വലിക്കും. അതായത് ഇത് വാക്യൂം പോലെ ആക്ട് ചെയ്യും. അപ്പം ഫോഴ്സ് കൂട്ടിയായിരിക്കാം. കണ്ട ഇവിടുത്തെ ഈ ചെളിയൊക്കെ ഉണ്ട്, ഇത് ഇവിടെ വോൾട്ടിങ് അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ക്ലീനായിട്ടുണ്ട്, കാണാമോ? ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരുക്കമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കഴുകുന്നത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എങ്ങനെ കഴുകുന്നു എന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എനിക്ക് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഇത് നേരത്തെ കിട്ടിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ പ്രോഡക്റ്റ് വന്നിട്ട് ആഗ്രോ എന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ അത് വന്നിട്ട് 4399 പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിന് 2 വർഷമൊക്കെ ആവും മേളിലായി. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് കാണാം. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഞാൻ എക്സോസ്റ്റ് തിരിച്ചു വെച്ചു. കാരണം വെച്ചാൽ എനിക്ക് അണ്ടർബെല്ലി സൗണ്ട് ഓട്ടിക്കുമ്പം ഒരു സുഖം തരണില്ല. കാരണം വെച്ച് ഞാൻ മറ്റേ ഒരു മൂളിൽ മാത്രമേ ഉള്ളൂ, വലിയ സൗണ്ടില്ല. ഈ BS3 ആയതുകൊണ്ടായിരിക്കും. BS4 നൈസ് സൗണ്ടാണ്. എന്നിട്ടും ഹോൾ വലുതാക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയും ഇഷ്ടപ്പെട്ടത്, എൻ്റെ ഫേവറേറ്റ് ഇത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഇത് റിട്ടേൺ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നൈസ് സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് കാണാം. ഇവിടെ ആ പ്രോഡക്റ്റ്, അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ പ്രഷർ വാഷറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഗേജൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൈപ്പിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള നോസിലുണ്ട്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് ജസ്റ്റ് പൈപ്പിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത ശേഷം ഇത് ജസ്റ്റ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓസ് എടുത്ത് ഇതിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി. ഇതാണ് പൈപ്പിലെ മെത്തേഡ് വരുന്നത്. അതായത് നമുക്ക് ഓസ് ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള മെത്തേഡ്. പിന്നീട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമാണ്. ഇത് കണ്ടോ, ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പാണ് ഇത്. ഇത് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാൾവായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇത് അതിൽ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ, അതായത് ബക്കറ്റിൽ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുമ്പം ആ പ്രഷർ കൊണ്ട് ഡയറക്റ്റ് ഇതിൽ വലിക്കും. അതായത് ഇത് വാക്യൂം പോലെ ആക്ട് ചെയ്യും. അപ്പം അവിടുന്ന് പമ്പ് വെള്ളം വന്നിട്ട് ഇതിലോട്ട് കയറും. അങ്ങനെയാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇതാണെങ്കിൽ ഡയറക്റ്റ് ഓസ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് വെള്ളം വരും. അപ്പോൾ ഇത് വാക്യൂം ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നീട് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഫോം സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ ഇടുന്ന കണ്ടൻറ്റ് അനുസരിച്ച് ഫോമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ക്ലീനിങ് സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണാം. ഇത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഈ സാധനം വന്നിട്ട് നിറച്ചുണ്ടായിരുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത് അവസാനം കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണിക്കാൻ ലേറ്റായിപ്പോൾ ഈ സാധനം. പിന്നീട് ഇപ്പം വാഷ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം. ഓക്കെ, ഇത് ഫോം ബ്ലാസ്റ്ററാണ്. അപ്പോൾ ഇത് അതിൽ കുറച്ച് വീതിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് സാധനം സ്പ്രേ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗണ്ണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഗണ്ണിൽ നമുക്ക് കൺട്രോൾസൊക്കെ ഉണ്ട്. ഇവിടെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത് നമുക്കിപ്പോൾ കാണാം. ഓക്കെ, ഇതാണ് ഗൺ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പരിപാടി. അതിൽ കണക്ഷൻ കൊടുത്താൽ മാത്രമേ ആ പമ്പ് വർക്കാകത്തുള്ളൂ. അതിനാണിത്. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സെറ്റോട് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റിയിടാം, കാരണം ഇത് വെച്ചാണ് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത്. സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതെടുത്ത് നമുക്ക് ആ വെള്ളത്തിൽ മുക്കിയിടണം. ഇന്നലെ കാറ് വാഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ലോക്ക് ചെയ്താണ് ഇട്ടത്. അതുപോലെ ലോക്ക് ചെയ്യുക. അപ്പം ഇതിലിങ്ങനെ കിടന്നോളൂ. എന്നിട്ടാണ് നമ്മളാ പരിപാടി വരുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓണാക്കണം. ഓണാക്കുമ്പം നോക്കിയോ, നിങ്ങൾ വെള്ളം വരുന്ന കാണാൻ പറ്റും.
ഇത് ഇത്രയായി, അതായത് ഇത് നോർമലായി. അപ്പോൾ ഇതിൽ പ്രഷർ വരെയാണ്. ഓക്കെ, നമുക്ക് പ്രഷർ കാണാം. അതായത് ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന ഇതാണ് നമ്മൾ ഇതിൽ കൂടെ പോകുന്നത്. സാധാരണ ഞാൻ ഇത് അടിക്കുന്ന മുമ്പായിട്ട് എൻജിനിലൊക്കെ ഡീസൽ ഇടാറുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കഴുകിയതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡീസൽ ഇടുന്നില്ല. അതിന് വേറെ സംഭവം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കിത് അടിച്ച ശേഷം പിന്നെ അതിടണ കാണിച്ചു തരാം. ആദ്യം ഇടാനുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് കഴുകിയുണ്ട്. നമുക്ക് നെക്സ്റ്റ് കാണാം. ഇതാണ് പ്രഷർ വരുന്നത്. കൺട്രോൾ ചെയ്യാനാണെങ്കിൽ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് നോക്കി ഉണ്ടോ, വേണ്ട. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് മറ്റേ ഷോക്കിൻ്റെ സൈഡിൽ മറ്റേ ബോൾട്ടിലൊക്കെ ഇരിക്കുന്നില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പോകും. നമ്മൾ ബോഡിയിൽ അടിക്കുമ്പം എപ്പോഴും നമ്മൾ സ്പീഡ് കുറച്ചിട്ടാണ് അടിക്കാൻ. അതായത് ഈ ഒരു സ്പീഡ് വരണം. ഇതാകുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നുമില്ല, കറക്റ്റായിട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫോം നിറച്ചിട്ട് ബാക്കി കാണാം. ഫോം നിറയ്ക്കാൻ വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇത് ഈ കഴിവണ സാധനം, ഈ വാഷ് ചെയ്യാനുള്ള സാധനം ജസ്റ്റ് 3 ഡ്രോപ്പ് വീതി കൊടുക്കുക. എന്നിട്ട് ഇത് അവിടെ കൊണ്ട് കുറച്ച് വെള്ളം നിറയ്ക്കണം. നിറച്ചിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് വേണം ഇതിലോട്ട് അടിക്കാൻ. ഞാൻ ചേർത്ത് വെച്ചിട്ട് ഒരടി അങ്ങ് അടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ്സാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ കൺട്രോള് സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെച്ചിട്ട് ഇതിനെ കറക്കണം. ജസ്റ്റ് ഒന്ന് കണക്ട് കൊടുക്കുക. ആദ്യം അടിക്കുമ്പോൾ ഫോം ഒന്നും വരില്ല. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് അടിക്കണം. ഇത് ഫോം വാഷ് പോലെ അല്ല, പക്ഷേ നമുക്ക് ഫോം തരുന്നതാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഇതാണ് ഫോം. ഓക്കെ, മൊത്തം ഫോം വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം അത് കാണേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അപ്പം ഞാൻ അത് സ്കിപ്പ് ചെയ്യണം ആ പാർട്ട്. വെയിറ്ററാ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഷോക്കിൻ്റെ അവിടെ അടിക്കാൻ നമുക്ക് ഫോഴ്സ് കൂട്ടി അടിക്കാം. കണ്ട ഇവിടുത്തെ ഈ ചെളിയൊക്കെ ഉണ്ട്, ഇത് ഈട് വോൾട്ടിങ് അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ക്ലീനായിട്ടുണ്ട്, കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ കഴുകി സെറ്റാക്കി കുട്ടപ്പനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പം എങ്ങനെയുണ്ട്, ക്ലീൻ ആയില്ലേ? വെള്ളമൊക്കെ തോരുമ്പോൾ ഒരു ചെറിയൊരു ഫെയ്ഡ്നെസ് വരും. അത് നമ്മൾക്ക് പിന്നെ ഡീസലിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യുക. നല്ല ക്വാളിറ്റി സാധനമാണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് 1-2 വർഷം അടുപ്പിച്ചായി. ഇതുവരെ എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാനുള്ള സാധനം തന്നെയാണ്. വാങ്ങിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ തലയിൽ വയ്ക്കില്ല കേട്ടോ. അപ്പോൾ
ഈ സാധനം പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ കൊള്ളാം, സാധനം കൊള്ളാം. ഇനി വാങ്ങിച്ച് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ലതും പറ്റിയിട്ട് എൻ്റെ തലയിൽ വെക്കരുത്. ഓക്കെ, എൻ്റെ ഇതുവരെയുള്ള യൂസിന് ഇത് ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.